സ്വാമിയേ ശരണമയ്യപ്പ. അങ്ങനെ നമ്മൾ ഇന്ന് കെട്ട് നിറയ്ക്കുകയാണ്. കെട്ടുമുറുക്കിന്റെ മനോഹരമായ കാഴ്ചകൾ ഞാൻ കാണിച്ചു തരാം. അച്ഛനാ കെട്ടുമുറുക്കുന്നേ. ഇനിയിപ്പോ നമ്മള് ഇന്ന് ശബരിമലയ്ക്ക് യാത്ര തിരിക്കുകയാണ്. അപ്പോ എൻലെസ് ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ അയ്യപ്പന്റെ വിശേഷങ്ങളുമായിട്ട് നമുക്ക് തുടങ്ങാം. ഞങ്ങൾ ഇന്ന് രാത്രി 9 മണിക്ക് യാത്ര തിരിക്കും. കെട്ടുമുറുക്കിന്റെ വിശേഷങ്ങൾ നമുക്ക് കാണാം. നമ്മുടെ പൂജാമുറിയില് തളിച്ച് ശുദ്ധമാക്കിയ നിലത്ത് ശുദ്ധമാക്കിയ 2 പുൽപ്പ വിരിച്ച് അതിന് മുകളിലാണ് ഇന്ന് കെട്ടുമുറുക്കാനായിട്ട് പിന്നെ നമ്മൾ എല്ലാം റെഡിയാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യമേ 4 ഇരുമുടികളും നിരത്തി വെച്ചു. അപ്പോൾ ഇരുമുടിക്കെട്ടുകളിൽ നിറയ്ക്കാനുള്ള സാധനങ്ങളും അതിന്റെ തൊട്ടടുത്തായിട്ട് നമ്മളെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നെയ്യെല്ലാം ഉരുക്കി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ആദ്യത്തെ ചടങ്ങ്, കെട്ടുമുറുക്കിന്റെ ആദ്യത്തെ ചടങ്ങ് എന്ന് പറയുന്നത് നെയ്ത്തേങ്ങ നിറയ്ക്കുന്ന ചടങ്ങാണ്. അതായത് ഒരു തേങ്ങ എടുത്ത് അത് നന്നായിട്ട് ഒന്ന് അതിന്റെ പുറവശമൊക്കെ ഒന്ന് ചുരണ്ടി വൃത്തിയാക്കി അതിനൊരു തുളയിട്ടിട്ട് അതിനകത്തെ വെള്ളം മൊത്തം കളഞ്ഞതിന് ശേഷം അതില് നെയ്യ് നിറയ്ക്കുന്ന ചടങ്ങാണ് ആദ്യം നമ്മൾ നടത്തുന്നത്. ഞാൻ സത്യത്തില് കഴിഞ്ഞ ദിവസം ഈ നെയ്ത്തേങ്ങ വൃത്തിയാക്കി വെക്കുന്നതൊക്കെ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചായിരുന്നു. ഇന്നിപ്പോ ആ നെയ്ത്തേങ്ങയിൽ നെയ്യ് നിറയ്ക്കുന്ന ചടങ്ങാണ് ആദ്യം നടക്കുന്നത്. അതായത് കെട്ടുമുറുക്കിന്റെ ആദ്യത്തെ ചടങ്ങ് അതാ. അപ്പോൾ നെയ്യ് നിറച്ചതിന് ശേഷമായിട്ട് അതൊരു കോർക്ക് ഉപയോഗിച്ച് വൃത്തിയായിട്ട് പിന്നെ അതിന് മുകൾ വശം അങ്ങോട്ട് അടച്ച് എന്നിട്ട് പതുക്കെ വേറൊരു തേങ്ങ എടുത്ത് വെച്ച് ഇടിച്ച് അതൊന്ന് മുറുക്കി എടുക്കും. അപ്പൊ ഞാനും അച്ഛനെ സഹായിക്കാനായിട്ട് തൊട്ടടുത്ത് തന്നെ ഇരിപ്പുണ്ട്. സാധാരണഗതിയിൽ ഈ കോർക്ക് കൊണ്ട് അടച്ചിട്ട് അതില് പപ്പടം നനച്ച് തൂക്കുവോ അല്ലെങ്കിൽ മെഴുക് ഉരുക്കി ഒഴിക്കുകയോ ചെയ്യാറ്. നമ്മളിപ്പോ മെഴുക ഉരുക്കി ഒഴിക്കുന്നത്. ഉരുക്കി ഒഴിച്ചിട്ട് ഒരു സ്വല്പം ഭസ്മം എടുത്ത് അതിന് മുകളിലോട്ട് തൂത്ത് കഴിയുമ്പോഴത്തേനും ഏകദേശമൊക്കെ നമ്മുടെ നെയ്യ് ആ തേങ്ങയിൽ നിന്ന് പോകാതെ സുരക്ഷിതമായിട്ട് നമുക്ക് കെട്ടിനകത്ത് വെക്കാനായിട്ട് പറ്റും. അത് കഴിഞ്ഞിട്ട് വെറ്റവാക്ക് ഒക്കെ എടുത്ത് വെറ്റവാക്കും നാണയവും കൂടെ എടുത്ത് പ്രാർത്ഥിച്ച് ഓരോന്നോരോന്നായിട്ട് കെട്ടിനകത്ത് നിറയ്ക്കുന്ന ചടങ്ങ അതിനടുത്തായിട്ട് അച്ഛൻ ചെയ്യുന്നത്. അങ്ങനെ 4 പേരുടെയും കെട്ടെല്ലാം നിറച്ച് റെഡിയാക്കി വയ്ക്കും. അതിനുശേഷം ഞങ്ങൾ പോയി കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ട് കെട്ട് താങ്ങുന്ന ഒരു ചടങ്ങുണ്ട്. അതിന് നമുക്ക് വഴിയെ കാണാം. കാരണം ഇപ്പൊ തന്നെ ഏകദേശം ഒരു 7 മണി 7:15 ആയി. 7:15 അടുപ്പിച്ചായി കേട്ടോ. അപ്പം നമുക്ക് എത്രയും പെട്ടെന്ന് ഈ കെട്ടുമുറുക്കി കെട്ടുമുറുക്കിയെല്ലാം വെച്ചതിന് ശേഷം വേണം പോയി കാപ്പിയും കുടിച്ചിട്ട് വന്നിട്ട് വേണം കെട്ട് താങ്ങി ഇറങ്ങാനായിട്ട്. 9 മണിക്കാണ് നമുക്ക് ബസ്സുള്ളത്. അപ്പൊ നമ്മളൊരു 8:45 സ്റ്റാൻഡിൽ റിപ്പോർട്ട് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിന്റെ സംഗതി എന്താണെന്ന് അറിഞ്ഞുകൂടാ. കാരണം നമ്മള് ബസ്സിനകത്ത് നോക്കിയ സമയത്ത് നമുക്ക് ശരിക്കും പറഞ്ഞാല് പിന്നെ പാറശാലയിൽ നിന്നാണ് ബസ് പുറപ്പെടുന്നതെന്നാണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ പാറശാലയിൽ നിന്ന് പുറപ്പെട്ട് ഇനി തമ്പാനൂർ ബസ് സ്റ്റാൻഡ് വരെ വരണ്ടേ. തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ വരാൻ തന്നെ ഏകദേശം പാറശാലയിൽ നിന്ന് എങ്ങനെ പോയാലും ഒരു 3/4 മണിക്കൂർ കുറയാതെ എടുക്കും. അപ്പൊ ഈ 9 മണി എന്ന് കൃത്യം പറയുന്നുണ്ടെങ്കിലും ചിലപ്പോൾ സ്വല്പം താമസിച്ചേക്കാം. അടുത്തത് അമ്മയാണ്. അമ്മയുടെ ഇരുമുടിയാണ് നിറച്ചുകൊണ്ടിരിക്കുന്നത്. ഇരുമുടി നിറച്ചിട്ട് അവസാനം അന്നദാന പ്രഭുവിനെ ശരണം വിളിച്ചുകൊണ്ട് 3 പിടി ഉണക്കലരി, അതായത് ചമ്പാപ്പച്ചരി എന്ന് പറയും, അത് അതിനകത്ത് നിറയ്ക്കും. ഇനി അടുത്തത് ഞാനാ. കെട്ടുമുറുക്കിന്റെ ഏകദേശമൊക്കെ കാര്യങ്ങൾ എനിക്ക് അറിയാവുന്നത് കൊണ്ട് അച്ഛനെ അധികം ബുദ്ധിമുട്ടിക്കാതെ ഞാൻ തന്നെ അങ്ങ് നിറയ്ക്കാമെന്ന് തീരുമാനിച്ചു. എല്ലാം കൂടെ അച്ഛന് വലിയ കഷ്ടപ്പാടല്ലേ. കാരണം ഇന്ന് രാത്രി മൊത്തം ഉറക്കളിപ്പായിരിക്കും. അത് കഴിഞ്ഞിട്ട് പിന്നെ നാളെ വെളുപ്പിനെ 1:50 ടൈം കാണിച്ചിരിക്കുന്നത്. 1:50 അവിടെ ചെല്ലുക. ചെന്നതിന് ശേഷം പമ്പയിൽ ഇറങ്ങി ഒന്ന് മുങ്ങിക്കുളിച്ചിട്ട് നേരെ അവിടുന്ന് നമ്മള് പിന്നെ മല ചവിട്ടി തുടങ്ങണം. എന്തായാലും മാക്സിമം നേരത്തെ മല കെട്ടണമെന്ന ആഗ്രഹം. അത് കഴിഞ്ഞിട്ട് കറുപ്പ് കച്ച കെട്ടുന്ന ഒരു ചടങ്ങാണ്. അച്ഛൻ ആദ്യം കെട്ടി, അത് കഴിഞ്ഞ് അമ്മയ്ക്ക് കെട്ടിക്കൊടുക്കും. ഇന്നത്തെ ഗുരുസ്വാമി അച്ഛൻ. നമ്മൾ സ്വല്പം സ്പീഡായിട്ട് നിൽക്കുക കേട്ടോ. കാരണം ഇനിയിപ്പോൾ ഇങ്ങനെ ആങ്ങിയും തൂങ്ങി നിന്നാലേ താമസിക്കും. അങ്ങോട്ട് പോകുന്ന വഴിക്ക് പഴവങ്ങാടി ഗണപതി അമ്പലത്തിൽ കയറി തേങ്ങ അടിക്കണം. പിന്നെ പത്മനാഭസ്വാമി
ക്ഷേത്രത്തിനകത്ത് കയറി തൊഴാനൊന്നും പറ്റത്തില്ല, എങ്കിലും വെളിയിൽ നിന്ന് പത്മനാഭനെ ഒന്ന് കണ്ടു തൊഴണം. അപ്പം ഒരു 3/4 മണിക്കൂറെങ്കിലും നേരത്തെ, അതായത് 8:45 നമുക്കൊരു 8 മണിക്ക് ഇവിടുന്ന് ഇറങ്ങണം എന്നാണ് എൻ്റെ ഒരു കണക്കുകൂട്ടൽ. ഇപ്പം എന്തായാലും 7:30 7:45 ആയതേ ഉള്ളൂ, നമുക്കിറങ്ങാൻ പറ്റും. നമ്മൾ അങ്ങനെ കാപ്പിയൊക്കെ കുടിച്ചിട്ട് വന്നിട്ടാ നമ്മൾ പിന്നെ കറുപ്പ് കച്ച കെട്ടിയത്. ഇനിയിപ്പോ അച്ഛന് ദക്ഷിണ കൊടുത്തു, ഞാൻ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണ കൊടുത്തു. ഞാൻ അങ്ങനെ അച്ഛനും അമ്മയ്ക്കും ദക്ഷിണയൊക്കെ കൊടുത്തു. അങ്ങനെ ഭക്തി നിർഭരമായ യാത്ര, അമ്മ വളരെ കാലം കൊണ്ട് ആഗ്രഹിച്ചിരുന്ന യാത്രയാണ്. അതങ്ങനെ ശരിക്കും പറഞ്ഞാൽ പിന്നെ നല്ല ഭംഗിയായിട്ട് തന്നെ പൂർത്തീകരിക്കാൻ സാധിക്കട്ടെ. അങ്ങനെ കെട്ടിന് കർപ്പൂരം ഒഴിയുന്ന ചടങ്ങ്. കെട്ട് നിറച്ച് വെച്ച് കെട്ടിന് കർപ്പൂരമൊക്കെ ഒഴിഞ്ഞ് ഇനി അടുത്തത് കെട്ട് താങ്ങുന്ന ചടങ്ങാണ്. കെട്ട് താങ്ങുക എന്ന് പറഞ്ഞാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ ഈ ബെഡ്ഷീറ്റൊക്കെ തലയിലിടുമായിരുന്നു, അതായത് വിരി തലയിലിടുമായിരുന്നു. ഇപ്പം പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് വിരിയൊന്നും വെക്കണ്ട, കാരണം അവിടെ വരെ ചെല്ലുക, മല ചവിട്ടുക, ഭഗവാനെ തൊഴുക, തിരിച്ചു നേരെ ഇങ്ങ് പോരുക, അത്രയല്ലേ ഉള്ളൂ. പണ്ടെന്ന് പറഞ്ഞാൽ എത്ര ദിവസത്തെ യാത്രയായിരുന്നല്ലേ ശബരിമല യാത്ര എന്നൊക്കെ പറഞ്ഞാലേ, എത്ര ദിവസം എടുക്കുമായിരുന്നു. അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ നടന്നു പോകുന്നവരൊക്കെ വിരിയൊക്കെ വെച്ച് പിന്നെ കഴിക്കാനുള്ള ആഹാരവും അതേപോലെ ആഹാരം വേവിക്കാനുള്ള വിറകും അതും ഇതും എല്ലാം കൊണ്ടാണ് പണ്ടൊക്കെ ശബരിമലയ്ക്ക് പൊക്കോണ്ടിരുന്നത്. എങ്കിലും ഇപ്പോഴും അതൊരു ഐതിഹ്യം പോലെ, നമ്മൾ ഒരാചാരം പോലെ, ഐതിഹ്യമല്ല ആചാരം പോലെ നമ്മൾ ഇപ്പോഴും അതിൻ്റെ കുറച്ചൊക്കെ ചടങ്ങുകൾ പരിപൂർണമായിട്ടും നമ്മൾ നടത്തുന്നുണ്ട്. അങ്ങനെ ഞാനും ഇരുമുടി എടുത്തു. ഇനി അയ്യപ്പസ്വാമിയെ കാണാൻ വേണ്ടിയിട്ട് നേരെ ശബരിമലയ്ക്ക് പുറപ്പെടുക. ഞങ്ങൾ ഇവിടുന്ന് നേരെ കാറിനാണ് പോകുന്നത്. കാറിന് തമ്പാനൂർ വരെ വിടാമെന്ന് പറഞ്ഞു. ഇവിടുന്ന് അങ്ങോട്ട് ഞാൻ ഓടിച്ചോളാം എന്നുള്ള എഗ്രിമെന്റ് ഉണ്ട്. അവിടുന്ന് അവൾ ഇങ്ങോട്ട് വണ്ടി കൊണ്ടുവന്നാൽ മതി എന്നാ പറഞ്ഞിരിക്കുന്നത്. അച്ഛനും അങ്ങനെ ഇരുമുടിയൊക്കെ എടുത്തു. ഇനി ഞങ്ങളെല്ലാവരും കൂടെ നേരെ ആദ്യം പഴവങ്ങാടി ഗണപതി ക്ഷേത്രത്തിൽ പോവാണ്. ബെല്ലക്കുട്ടന് ടാറ്റയൊക്കെ കൊടുത്തു കേട്ടോ. ബെല്ലക്കുട്ടനെ കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ലോ. ബെല്ലക്കുട്ടനെ ഇനിയിപ്പോ ഒരു തവണ നമുക്ക് പിന്നെ മുത്തപ്പൻ്റെ അടുത്ത് കൊണ്ടുപോകണം, അവന്റെ ആളുകളുടെ അടുത്ത് കൊണ്ടുപോയി ഒന്ന് തൊഴിയിപ്പിക്കണം. ഭഗവാനെ, അമ്മ ഇങ്ങനെ സത്യം പറഞ്ഞ ഒരു അമ്മയ്ക്കിപ്പോൾ ഒരു 64 വയസ്സുണ്ട്. അമ്മ ഒരു 52 53 വയസ്സ് തൊട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക, ശബരിമലയ്ക്ക് പോകണം, ശബരിമലയ്ക്ക് പോകണം, ശബരിമലയ്ക്ക് പോകണം. സത്യത്തിൽ എന്തായാലും ഇപ്പോഴാ നമുക്കതിനുള്ള സൗകര്യം ഒത്തു വന്നത്. അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നേരെ പഴവങ്ങാടി ഗണപതി അമ്പലത്തിൽ വന്ന് തേങ്ങയൊക്കെ ഉടച്ച് ഇറങ്ങി ഭഗവാനെയൊക്കെ കണ്ട് നന്നായിട്ട് പ്രാർത്ഥിച്ചു. ഇനിയിപ്പം നേരെ പഴവങ്ങാടി അമ്പലത്തിൽ നിന്ന് നമുക്ക് പിന്നെ തൊട്ടപ്പുറത്ത് പത്മനാഭസ്വാമി ക്ഷേത്രത്തിൽ, അവിടെ വെളിയിൽ നിന്ന് തൊഴാൻ പറ്റുള്ളൂ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്ത് കയറി തൊഴാനുള്ള സമയമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ 5 മണിക്കേ കെട്ടുമുറുക്കി ഇറങ്ങണമായിരുന്നു. അങ്ങനെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ ഫ്രണ്ടിലെത്തി. ഇനിയിപ്പോ ഇവിടെ കൂടെ തൊഴുതേച്ച് എത്രയും പെട്ടെന്ന് നമുക്ക് ബസ്സിൻ്റെ അടുത്ത് എത്തണം. കാരണം ഇനി താമസിച്ചാൽ ചിലപ്പോ പണി കിട്ടും. ഭഗവാനേ, എന്തായാലും പൂർണ്ണ തൃപ്തമായ ഒരു യാത്രയായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ നമുക്കിറങ്ങാം. അങ്ങനെ ഞങ്ങൾ ബസ് സ്റ്റാൻഡിൽ വന്നു. പക്ഷെ ഒരു ചെറിയ കുഴപ്പമുള്ളതെന്ന് പറഞ്ഞാൽ ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 9:45 മണിയായി ബസ് എത്തിയപ്പം. 9 മണിക്ക് എത്തും, 8:45 തന്നെ റിപ്പോർട്ട് ചെയ്യണം എന്നൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ ഞങ്ങൾ അവസാനം ഏകദേശം 2:30 മണിയോടുകൂടി പമ്പയിലെത്തി. ഇനിയിപ്പോ ദാണ്ടില്ലേ, നമ്മൾ ഇതുവഴി ഇറങ്ങി ഒരു പാലമുണ്ട്, ആ പാലം കയറി പമ്പയ്ക്ക് അക്കരെ എത്തണം. അക്കരെ എത്തിയതിനു ശേഷം മാത്രമേ നമുക്ക് പിന്നെ ശരിക്കും പറഞ്ഞാൽ പമ്പയിൽ ഇറങ്ങി കുളിക്കാനും ഒക്കെ പറ്റുള്ളൂ.
എല്ലാം മൊത്തം പകല് പോലെ വെട്ടമാണ് കേട്ടോ. മൊത്തം ലൈറ്റും കാര്യങ്ങളൊക്കെ അറേഞ്ച് ചെയ്ത്. ഭഗവാനെ, നല്ല ഭക്തി നിർഭരമായ ഒരു അന്തരീക്ഷമാണ്. സത്യം പറഞ്ഞാൽ നമ്മള് ശബരിമലയ്ക്ക് വരുമ്പോഴേ നമ്മൾ അതിന്റെ ഒരു 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 അനുഭൂതി നമുക്ക് അനുഭവിച്ചറിയാൻ പറ്റത്തുള്ളൂ കേട്ടോ. സത്യം, വളരെ ഭക്തി നിർഭരമായ ഒരു യാത്രയാണ്. ഇനി ഈ പാലം കടന്ന് നമുക്ക് അപ്പുറത്തെത്തണം. ഒരു പ്രത്യേക അനുഭൂതിയാണ് കേട്ടോ. രണ്ട് സൈഡിലും കണ്ടില്ലേ പമ്പയാർ. പമ്പയാർ ഇങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. പാലത്തിന്റെ രണ്ട് സൈഡിലും കടവുകൾ കാണാം, കുളിക്കടവുകളെ. പക്ഷെ ഒരു കാര്യമുണ്ടേ, ഒട്ടും വെള്ളമില്ല. നമ്മളങ്ങനെ ശബരിമല എത്തി. ഏകദേശം മുട്ടറ്റം വെള്ളം പോലും ഇല്ല. മുട്ടിന് താഴെ വരെ വെള്ളമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് പേടിക്കാതെ കുളിക്കാനും ഒക്കെ ഇറങ്ങാം, വേറെ കുഴപ്പമൊന്നുമില്ല. ഇത് സത്യം പറഞ്ഞ പ്രളയ സമയത്തെ മൊത്തം ഭയങ്കര കഷ്ടത്തിലായതാണ് കേട്ടോ. മൊത്തം നശിച്ചു പോയതാ. ഇത് പിന്നെ നശിച്ചു പോയി കാണത്തില്ല, എങ്കിലും കല്ലുകളും മണ്ണും ഒക്കെ വന്ന് അടിഞ്ഞതാ ഇവിടെ. പിന്നെ അതെല്ലാം വൃത്തിയാക്കി സെറ്റ് ചെയ്തെടുത്തു. ഇത്രയും വെളുപ്പിനെ വന്നതല്ലേ, അപ്പോൾ അമ്മയ്ക്കും അച്ഛനും ഒക്കെ ടോയ്ലറ്റിൽ പോകണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ശൗചാലയത്തിൻ്റെ അടുത്തോട്ട് വന്നതാ. ഇനിയിപ്പോൾ നമുക്ക് പമ്പയിൽ ഇറങ്ങി മുങ്ങി കുളിച്ചിട്ട് വേണം നേരെ മല ചവിട്ടി തുടങ്ങാൻ. അയ്യാ, ഇഷ്ടം പോലെ കടകളും, പക്ഷെ ഭയങ്കര തിരക്ക് തന്നെ കേട്ടോ. ഒരു നിവർത്തിയില്ല, നല്ല കുത്തൊഴുക്ക ജനങ്ങളുടെ. ഏകദേശം പമ്പയാറ്റിലെ വെള്ളം പോലെ തന്നെ ഒലിച്ചുകൊണ്ടിരിക്കുക ജനങ്ങളും. ഒഴുകി 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 എത്തിക്കൊണ്ടിരിക്കുക. അയ്യോ, അച്ഛനും അമ്മയും, അമ്മ ശരിക്കും പറയാൻ നല്ല ത്രില്ലടിച്ചിരിക്കുകയാണ് കേട്ടോ, ആദ്യമായിട്ട് വരുമായതുകൊണ്ടേ. അപ്പൊ ഞാൻ പമ്പയിൽ പോയി മുങ്ങി കുളിച്ചിട്ട് വരാം. അയ്യോ, നല്ല കിടുക്കാച്ചി തണുപ്പാ കേട്ടോ. വെള്ളത്തിന് നല്ല തണുപ്പ്. ഇതിന്റെ കരയിലൊക്കെ കണ്ടില്ലേ കൈലി, ഈ കറുത്ത മുണ്ടുണ്ടല്ലോ, കറുത്ത കൈലി, അതൊക്കെ കൊണ്ടുവന്ന് ഇട്ടിരിക്കുക. ഭഗവാനേ, അപ്പൊ ഐശ്വര്യമായിട്ടൊന്ന് മുങ്ങിക്കുളിക്കട്ടെ. സത്യം പറയാൻ നമ്മളെ കവന്ന് കിടന്നെങ്കിലേ മുങ്ങാൻ പറ്റുള്ളൂ, അത്രയ്ക്ക് വെള്ളമേ ഉള്ളൂ ശരിക്കും പറഞ്ഞാൽ ഇവിടെ. അങ്ങനെ പമ്പയാറ്റി ഐശ്വര്യമായിട്ട് മുങ്ങി. പുണ്യനദി, പുണ്യസ്നാനം എന്ന് തന്നെ പറയാം സത്യത്തില്. ഈ സത്യത്തില് ഉണ്ടല്ലോ, പത്തനംതിട്ട ബസ് സ്റ്റാൻഡ് കഴിഞ്ഞ് ഏകദേശം മൈലപ്രയൊക്കെ കഴിഞ്ഞപ്പോ തൊട്ടേ തണുപ്പ് തുടങ്ങി കേട്ടോ. വല്ലാത്ത തണുപ്പ്, നല്ല തണുപ്പാ. അങ്ങനെ ഐശ്വര്യമായിട്ട് പമ്പയെ കുളിച്ചിട്ടെത്തി. ഇനി നമുക്ക് നേരെ മല കയറി തുടങ്ങാം. ഇനിയിപ്പോ ഞങ്ങളങ്ങനെ നേരെ മല കയറാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മള് പിന്നെ പമ്പാ ഗണപതിയുടെ അടുത്തോട്ടാ പോകുന്നത്. ഇവിടെ നല്ല നടപ്പന്തലും കാര്യങ്ങളും ഒക്കെ എല്ലാം അറേഞ്ച് ചെയ്ത് സെറ്റാക്കിയിട്ടിരിക്കുക കേട്ടോ. അയ്യപ്പന്മാർക്ക് വിരിവയ്ക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷേ തറ നിറച്ച് നല്ല മണ്ണും പൊടിയും അഴുക്കും എല്ലാം കൂടെ കേട്ടോ. ഒരുപാട് വേസ്റ്റ് കൊണ്ടൊന്ന് വെറുതെ തള്ളിയിരിക്കുക. അതിൻ്റെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് ഈ വിരിവെച്ചൊക്കെ കിടക്കുമ്പോഴേ. ഇനിയിപ്പോൾ ഇവിടെ കുറച്ച് കർപ്പൂരം ഇങ്ങനെ കത്തിച്ചിട്ട് വേണം നമുക്ക് മേപ്പോട്ട് കയറാനായിട്ട്. ഇവിടെ കണ്ടില്ലേ, ഇതിന്റെ തൊട്ടടുത്ത് ഡോളി, ഇഷ്ടം പോലെ ഡോളികളുണ്ട്. എനിക്ക് തോന്നുന്നൊരു 3500 രൂപ എന്തോ ആണ് അതിന്റെ ഫീസ് തന്നെ. പിന്നെ എല്ലാം കൂടെ എനിക്ക് തോന്നുന്നൊരു 16,000 രൂപയുടെ അടുപ്പിച്ചാവുമെന്ന് തോന്നുന്നു ഡോളിക്ക് കേട്ടോ. വയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഡോളിയിൽ 4 പേര് ചേർന്ന് ചുമ്മിക്കൊണ്ട് പോകും. നമുക്ക് പോകുന്ന വഴിക്ക് കാണാം. നമ്മളപ്പോ അങ്ങനെ മല ചവിട്ടി തുടങ്ങാൻ പോവാം. ഇപ്പോ സത്യം പറഞ്ഞാൽ ഏകദേശം സമയം 3:15 മണിയായി കേട്ടോ. ഞങ്ങൾ ശരിക്കും 1:50 ആകുമ്പോഴത്തേന് ഇവിടെ എത്തുന്നു. എന്നിട്ട് ഏകദേശം ഒരു 2:15-2:30 മല ചവിട്ടി തുടങ്ങണം എന്നൊക്കെ പ്രതീക്ഷിച്ചായിരുന്നേ. പക്ഷെ നമ്മുടെ പ്ലാനിങ്ങുകൾ മൊത്തം തെറ്റിപ്പോയി. ഞങ്ങളവിടെ കർപ്പൂരമൊക്കെ കത്തിച്ച് പതുക്കെ മല കയറി തുടങ്ങി. പ്ലാനിങ് കംപ്ലീറ്റ് തെറ്റിപ്പോയെന്ന് പറഞ്ഞാൽ ഏകദേശം 2:30 ആയി നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ. അത് കഴിഞ്ഞ് അവരൊന്ന് ബാത്റൂമിലും ഒക്കെ പോയി.
അത് കഴിഞ്ഞ് പമ്പയിൽ ഇറങ്ങിയ ഒരു കുളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേന് എന്നാലും 3/4 മണിക്കൂർ കൊണ്ട് നമ്മൾ തീർത്തു നമ്മുടെ താഴത്തെ പരിപാടികളൊക്കെ. പമ്പയുടെ അവിടുത്തെ പരിപാടികളൊക്കെ 3/4 മണിക്കൂർ കൊണ്ട് തീർത്തിട്ട് ഞങ്ങളിപ്പോൾ മല ചവിട്ടി തുടങ്ങി. സത്യം പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കൊന്നും വലിയ ക്ഷീണമൊന്നും തോന്നുന്നില്ല കേട്ടോ. നമ്മളിങ്ങോട്ട് കയറി വരുമ്പോൾ തന്നെ കണ്ടില്ലേ, പൂങ്കാവനത്തിന്റെ പ്രതീതി ഉണർത്തുന്ന തരത്തിലുള്ള പിന്നെ പൂങ്കാവനമൊക്കെ അലങ്കരിച്ച് റെഡിയാക്കി വെച്ചിരിക്കുക. അയ്യപ്പസ്വാമി പുലിയുടെ പുറത്തിരിക്കുന്നു. തൊട്ടപ്പുറത്ത് ഭഗവാന്റെ വാഹനമായ വാജിവാഹനം, അതായത് കുതിര ഉണ്ട്. അപ്പോ NS ജേണി ബൈ ദീപുവിന്റെ ഇന്നത്തെ വീഡിയോ ഇവിടെ ചേർത്തുന്നു. ബൈ.